ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ആണ് പറഞ്ഞത്. എക്കണോമെട്രിക്സിന് ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ മെത്തഡോളജി എന്ന് പറയുന്നത് 8 സ്റ്റെപ്സ് ആണ് അതിനുള്ളത്. അതിനൊരു ഓർഡറിങ് ഉണ്ട്. ആ 8 സ്റ്റെപ്സിൽ ഒരു പ്രോഗ്രസീവ് ഓർഡറിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഞാൻ ക്ലാസ് തുടങ്ങി കേട്ടോ. നമുക്ക് നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. 8 സ്റ്റെപ്സ് ആണ്, ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്സ് ആണ് നമുക്ക് എക്കണോമെട്രിക്സിൽ മെത്തഡോളജിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ആദ്യത്തേത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറി. നമ്മൾ തിയറിനെ സ്റ്റേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഇതിനെ കൺക്ലൂസീവായിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ തിയറി പറയുകയാണ്, അതിനെ വാലിഡേറ്റ് ചെയ്യുന്നതാണ് എക്കണോമെട്രിക്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറി പറഞ്ഞു. രണ്ടാമത്തത്, ആ തിയറിയെ നമ്മൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ്. സോ ഈ ആദ്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത തിയറിയെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് സ്പെസിഫൈ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഈ മാത്തമാറ്റിക്കൽ മോഡലിനെ എക്കണോമെട്രിക് മോഡലിലേക്ക് മാറ്റും. നമ്മളത് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്കണോമെട്രിക് മോഡൽ തയ്യാറായതിനു ശേഷം നമ്മൾ ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. അവിടെ നമ്മൾ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഈ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്കണോമെട്രിക് മോഡലിന്റെ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. കോഎഫിഷ്യൻസ്, 2 പാരാമീറ്റേഴ്സാണ് നമുക്ക് കഴിഞ്ഞ മോഡലിൽ നമ്മൾ സംസാരിച്ചത്. ഒന്ന് ഇന്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റും അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് പാരാമീറ്ററും സ്ലോപ്പ് കോഎഫിഷ്യൻറ്റും. അങ്ങനെ അത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡാറ്റയിൽ നിന്ന് മാത്രമാണ് നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ആ പാരാമീറ്റേഴ്സ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കും. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് നമ്മൾ അതിലൂടെ അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഈ പാരാമീറ്റേഴ്സ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോർകാസ്റ്റിങ്ങും പ്രെഡിക്ഷനും നടത്തും. അതാണ് 7ാമത്തെ സ്റ്റെപ്പ്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കോഎഫിഷ്യൻസ് നമുക്ക് സ്വീകരിക്കാമെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിച്ച് നമ്മൾ അതല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ വോയിസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഓക്കെ, ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറി എന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തത് കെയ്ൻസിന്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ആണ് എടുത്തത്. ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ആ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്താണ്? വെൻ ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. ഇതാണ് കെയ്ൻസിന്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടും, പക്ഷെ ഇൻകത്തിന്റെ അത്രയും അളവിൽ കൺസംഷൻ കൂടില്ല. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ഇതിപ്പോ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു. പക്ഷേ കൺസംഷൻ ചിലപ്പോൾ ഇൻകത്തിന്റെ അത്രയും വർദ്ധിക്കില്ലെന്ന് നമുക്കൊരു ഇൻഡ്യൂഷനിൽ പറയാം. ആ ഇൻഡ്യൂഷനെയാണ് നമ്മൾ എക്കണോമിക് തിയറി എന്നും ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ വാലിഡേറ്റ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ കാര്യം വാലിഡേറ്റ് ചെയ്യണം, എംപിരിക്കലി നമുക്ക് പ്രൂവ് ചെയ്യണം. ആ എംപിരിക്കലി പ്രൂവ് ചെയ്യാൻ, ക്വാണ്ടിറ്റേറ്റീവ്ലി പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എക്കണോമെട്രിക്സിന്റെ ഡെഫിനിഷനായിട്ട് മെഷർമെന്റ് ഓഫ് എക്കണോമിക് തിയറി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മെഷർമെന്റ് ഓഫ് എക്കണോമിക് തിയറി. ഇനി നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്കണോമിക് തിയറിനെ മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യാം.
മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഹൈലൈറ്റ് എടുത്തോട്ടെ. ഓക്കെ, നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. വൈ എന്ന് പറയുന്നത് എന്ത് വേരിയബിൾ ആണ്? വൈ, എനിവൺ റിമെമ്പേഴ്സ് വാട്ട് ഈസ് വൈ? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഇസിക്കൽ ടു സൈനിന്റെ ലെഫ്റ്റ് സൈഡുള്ള വേരിയബിൾ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപെൻഡന്റ് വേരിയബിൾ. റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ ഏതാണ്? ഇവിടെ റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ ഏതാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദാറ്റ് ഈസ് എക്സ്. വൈ ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ വൈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം ആണ്, ഓർ ഇൻകം. ഇവിടെ കാണിച്ചിട്ടുണ്ട് വൈ ഈസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എക്സ് ഈസ് ഈക്വൽ ടു ഇൻകം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പോകുന്നത് എന്താണ്? β1 β2 ആണ്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം വരച്ചപ്പോൾ ഇത് ഇന്റർസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ബീറ്റ 0 ആണെങ്കിൽ, ഇത് രണ്ടും ഇതിൽ ഏത് 0 ആയാലും ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷൻ, ഈ ഒരു സെഗ്മെന്റ് 0 ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒന്നും തന്നെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ, ഇൻകം ഇല്ല, അല്ലെങ്കിൽ ഇൻകത്തിന്റെ സ്വാധീനം 0 ആണെങ്കിൽ, എത്രയാണോ മിനിമം കൺസംഷൻ, that minimum consumption is equal to β1. So y is equal to β1. That is the minimum independent of the impact of all other variables. മറ്റെല്ലാ വേരിയബിൾസിന്റെയും സ്വാധീനം ഇല്ലാതെ തന്നെയുള്ള മിനിമം കൺസംഷനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുക. സോ അവിടെ y എന്ന് പറയുന്നത് കൺസംഷൻ എത്രയാണോ മിനിമം ആയിട്ടിരുന്നത്, ഒരു സ്വാധീനവും ഇല്ലാതെ, ഇൻകത്തിന്റെയോ വേറെ ഒന്നിന്റെയോ ഒരു സ്വാധീനവും ഇല്ലാതെ ഒരു മിനിമം കൺസംഷൻ ഉണ്ട് എങ്കിൽ ആ കൺസംഷനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്റർസെപ്റ്റ് 0 അല്ല. നമുക്കറിയാം ചില കാര്യങ്ങളിൽ ഇന്റർസെപ്റ്റ് 0 ആവാം, അങ്ങനെയാണെങ്കിൽ അത് ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ 0 അല്ല, കാരണം ഇൻകം 0 ആണെങ്കിൽ പോലും ദർ ഈസ് എ മിനിമം കൺസംഷൻ, ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ്. ഇനി ഈ ഇൻകം എത്രത്തോളം സ്വാധീനിക്കുന്നു, കൺസംഷൻ എത്രത്തോളം സ്വാധീനിക്കുന്നു, എത്ര ശതമാനം സ്വാധീനിക്കുന്നു, ഒരു പെർസെൻറ്റേജ് ഇൻകം കൂടിയാൽ എത്ര പെർസെൻറ്റേജ് ആണ് കൺസംഷനിൽ വ്യത്യാസം ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ β2 സ്ലോപ്പ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. സ്ലോപ്പ് പാരാമീറ്ററിന്റെ വാല്യൂ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 0 and 1. 0 മീൻസ് ദർ ഈസ് നോ ഇമ്പാക്ട് ഓഫ് ഇൻകം ഓൺ കൺസംഷൻ, അതായത് കൺസംഷന് മേലെ ഇൻകത്തിന് യാതൊരു സ്വാധീനവും ഇല്ലെന്നുള്ളതാണ് ആ 0 കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് 0, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സൈൻ ഇവിടെ കാണുന്നില്ല അല്ലേ. 0-നേക്കാൾ ഗ്രേറ്റർ ആണ് β2, അതേപോലെ 1-നേക്കാൾ ലെസ് ആണ് β2. അതായത് ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ കാണുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. 0 എന്ന് പറയുന്നത് ഇൻകത്തിന് കൺസംഷന് മേലെ ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളതാണ്. അതേസമയം 1 കാണിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി എത്രയാണ് ഇൻകം വർദ്ധിക്കുന്നത് അത്രയും തന്നെ കൺസംഷൻ വർദ്ധിക്കുന്നു പറയുന്നതാണ് 1 കാണിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം β2 is in between 0 and 1. There is no equality sign under the less than or greater than sign. അതുകൊണ്ട് തന്നെ ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. പിന്നെ ഈ ഒരു ഇക്വേഷൻ എന്ത് ഇക്വേഷൻ? ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ഈ സ്ലോപ്പിന്റെ വാല്യൂ ആണ് ഇൻകത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് കൺസംഷൻ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്, അതായത് ഈ ഒരു തിയറിക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ കിട്ടും, അതിനൊരു എംപിരിക്കൽ മെഷർമെന്റ് കിട്ടും. നമുക്കപ്പോൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇൻകം കൂടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഹൗ മച്ച്. എക്കണോമിക് തിയറിയിൽ നമ്മൾ ഒരിക്കലും ഹൗ മച്ച് എന്ന് പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡയറക്ഷനും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മെഷർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമെട്രിക്സ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് മെഷർമെന്റ് വരുന്നുണ്ട്. ഹൗ മച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കയറി വരും. ഓക്കെ, നമുക്ക്
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതും പറഞ്ഞതാണ്. ഇതൊരു സിംഗിൾ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ മോഡലാണ്. കാരണം എന്താണ്, ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്കത് വഴിയെ പഠിക്കാം. അപ്പോൾ അതിൽ 2 വേരിയബിൾ ആണ് ഉള്ളതെന്ന് നമുക്കറിയാം, ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും. ഈ കാണുന്ന β1ഉം β2നെയും നമ്മൾ വിളിക്കുന്ന പേര് പാരാമീറ്റേഴ്സ് എന്നാണ്. β1 എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് പാരാമീറ്ററും β2 എന്ന് പറയുന്നത് സ്ലോപ്പ് പാരാമീറ്ററുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. നമ്മൾ എന്തിനാണ് ഇൻട്രസ്റ്റഡ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്കണോമെട്രിക് മോഡൽ ഓഫ് ദി കൺസംപ്ഷൻ ആണ്. ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാത്തമാറ്റിക്കൽ മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. അതായത് y ഈസ് എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. വേറെ ഒന്നും അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണത്. അതായത് ഇവിടെ എക്സ് മാത്രമാണ് അവിടെ വൈനെ സ്വാധീനിക്കുന്നത്. കാരണം ഈക്വൽ ടു സൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മാത്രം എക്സ് മാത്രമേ ഉള്ളൂ. വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ റിയൽ വേൾഡിൽ നമുക്കറിയാം, നമുക്ക് എക്കണോമിക്സിലുള്ള റിലേഷൻസ് നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. സയൻസിൽ പറയാനായിട്ട് പറ്റും. ലാബ് എക്സ്പെരിമെന്റ്സിലൂടെ അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് അവിടെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് പറയാനായിട്ട് പറ്റും. കാരണം ലാബ് ടെസ്റ്റിങ്ങിലൂടെ ഏതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള എൻവയോൺമെന്റിലും ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ആ റിസൾട്ട് തന്നെ വരും. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് എന്താണ്? എക്കണോമിക്സ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സാക്റ്റ് അല്ല, ഡിറ്റർമിനിസ്റ്റിക് അല്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നോക്കി, ഇത് നമ്മൾ എക്കണോമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷനെ എക്കണോമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നമ്മൾ ഒരു എലമെന്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു β1 പ്ലസ് β2x പ്ലസ് u. u എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് എന്ന് അതിനെ വിളിക്കാം, എറർ ടൈം എന്ന് വിളിക്കാം, റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം, സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്ന് വിളിക്കാം. ഇതെല്ലാമാണ് അതിന്റെ പേരുകൾ. നോക്കുക, യുവിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റർബൻസ്, എറർ ടൈം, ഡിസ്റ്റർബൻസ് ഓർ എറർ ടൈം ഓർ റാൻഡം വേരിയബിൾ, സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ. ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നതാണ് യു. ഇനി എന്താണ് യു? യുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഒരു 500 അമേരിക്കൻ ഫാമിലീസ് ഉണ്ട്. അവർക്ക് ഒരു പർട്ടിക്കുലർ പല ഇൻകം ലെവലിലുള്ള ഒരു 500 ഫാമിലി, ചിലപ്പോൾ $100 ഉള്ള കുറച്ച് ഫാമിലീസ് ഉണ്ടാവും, $200 ഉള്ള കുറച്ച് ഫാമിലീസ് ഉണ്ടാവും, $10,000 ഉള്ള ഫാമിലീസ് ഉണ്ടാവും, മന്ത്ലി ഇൻകം $10,000 ഉള്ള ഫാമിലീസ് ഉണ്ടാവും. ഇവരുടെയൊക്കെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ $100 ഉള്ള ഒരു 20 അമേരിക്കൻ ഫാമിലീസ് ഉണ്ടെന്ന് വിചാരിക്കാം. $100 മന്ത്ലി ഇൻകം ഉള്ള 20 അമേരിക്കൻ കുടുംബങ്ങൾ. ഈ 20 പേരുടെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ 20 ടൈപ്പ് ആയിരിക്കും. അവർക്കൊരു ആവറേജ് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഈ ആവറേജിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എക്സാക്ട് റിലേഷൻ അല്ല അവിടെ ആവറേജിൽ നിന്ന് ഡിസ്റ്റർബൻസുകൾ ഉണ്ട്. ആ ആവറേജ് വാല്യൂവിൽ നിന്ന് ഡീവിയേഷൻസ് ഉണ്ട്. ആ ഡീവിയേഷൻസിനെയാണ് നമ്മൾ യു എന്നുള്ള ടൈം വെച്ചിട്ട് കാണിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റർബൻസ് ടൈം, എറർ ടൈം എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻഎക്സാക്റ്റ് ആണ്, എക്സാക്ട് റിലേഷൻ അല്ല. എക്സാക്ട് റിലേഷൻ വന്നുണ്ടെങ്കിൽ എന്ത് വന്നമായിരുന്നു? നമ്മൾ $100 മന്ത്ലി ഇൻകം ഉള്ള 20 ഫാമിലീസിന്റെയും കൺസംഷൻ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് യുവിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ y ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്. എക്സാക്ട്ലി y എന്ന് പറയുന്നത് എക്സിനാൽ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ 20 അമേരിക്കൻ ഫാമിലീസ് $100 മന്ത്ലി ഇൻകം ഉണ്ട്. പക്ഷെ അവരുടെ എല്ലാം കൺസംഷന്, കുറച്ച് പേരുടെ കൺസംഷൻ ചിലപ്പോൾ സെയിം ആയിട്ട് വരാം, എന്നാലും എല്ലാവരുടെയും 20 പേരുടെയും എക്സാക്ട്ലി സെയിം കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻകം മാത്രമല്ല അവരുടെ കൺസംഷനെ സ്വാധീനിക്കുന്നത്, മറ്റു പല ഫാക്ടേഴ്സും സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആ ഫാമിലിയുടെ സൈസ്. ചില ഫാമിലീസിലാണെങ്കിൽ ചിലപ്പോൾ 2 പേരായിരിക്കും ഉള്ളത്, ചിലയിൽ 10 പേരുണ്ടാവും. അപ്പോൾ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് വ്യത്യസ്തമായിരിക്കും ഫാമിലീസിന്റെ. മറ്റു പല ഫാക്ടേഴ്സ്, അവരുടെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസം ഉണ്ടാവും. ചിലവർ അടിച്ചുപൊളിക്കാരായിരിക്കും, ചിലർ പിശുക്കന്മാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബിഹേവിയറൽ പാറ്റേൺസും വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ സ്വാധീനിക്കുന്നുണ്ട്, കൺസംഷനെയും ഇൻകത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെയെല്ലാം, അതിന്റെ എല്ലാം ഇൻഫ്ലുവൻസിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് യു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യു എന്ന് പറയുന്നത്? ഈ ഒരു റിലേഷനിൽ ഇത് ഇൻകമാണ്, എക്സ് എന്ന് പറയുന്നത് ഇൻകമാണ്, വൈ എന്ന് പറയുന്നത് കൺസംഷനാണ്. ഇൻകം മാത്രമല്ല കൺസംഷനെ സ്വാധീനിക്കുന്നത്, വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അത് മുഴുവൻ നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ ചിലപ്പോൾ പരിഗണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ കാര്യങ്ങളെ എല്ലാം എടുത്ത് നമ്മൾ പറയുന്ന കാര്യത്തെയാണ്, അതിന്റെ എല്ലാം ഇൻഫ്ലുവൻസിനെ നമ്മൾ പറയുന്ന കാര്യത്തെയാണ് നമ്മൾ പഠനത്തിൽ നിന്ന്, നമ്മുടെ സ്കോപ്പിൽ നിന്ന് വിട്ടുപോയ, നമ്മുടെ പഠനത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോയ എല്ലാ ഫാക്ടേഴ്സിനെയും അതിന്റെ എല്ലാ ഇൻഫ്ലുവൻസിനെയും കാണിക്കുന്ന ഒരു ടേമാണ് എറർ ടൈം എന്ന് പറയുന്നത്. സോ ഈ എറർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എറർ, തെറ്റ് എന്നുള്ളൊരു അർത്ഥത്തിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് മറ്റെല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും കൂടി ഒറ്റയടിക്ക് നമ്മൾ പറയുന്ന ടൈമാണ് എറർ ടൈം. അത് മനസ്സിലാക്കാം. പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ല, എന്തൊക്കെയാണ് മറ്റ് എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല അവിടെ. എന്ത് വേണമെങ്കിലും ആവാം. അതായത് കൺസംഷനെ സ്വാധീനിക്കുന്ന ഇൻകം ഒഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും കൂടി നമ്മൾ കോംപ്രഹെൻസീവായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ടേമാണ് യു എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കാം, ചിലപ്പോൾ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഹലോ, മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സിനിടയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, ഫ്രീ ആയിട്ട് ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാനപ്പോൾ ആ ഏരിയ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മനസ്സിലായോ മനസ്സിലായില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പൊ എനിക്ക് ആ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ മോഡലും എക്കണോമെട്രിക് മോഡലും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ തിയറി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് എക്സാക്ട്, ദിസ് ഷോസ് എക്സാക്ട് റിലേഷൻ. അതായത് കൺസംഷൻ ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻകം. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ്. അതിന്റെ ഇമ്പാക്റ്റുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എക്കണോമിക്സിൽ ഇങ്ങനെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൺസംഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഡിപ്പെൻഡന്റ് ഓൺ ഇൻകം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. പല കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരെയും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്കെല്ലാം ഒരേ ഇൻകം തരികയെന്ന് ചോദിച്ചു, നമ്മളിപ്പോൾ 20 പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും മന്ത്ലി ഇൻകം സെയിം ആയിട്ടുള്ള മന്ത്ലി ഇൻകം കിട്ടുകയെന്ന് വിചാരിച്ചു. സപ്പോസ് 10,000 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ എല്ലാവരെയും കൺസംഷൻ ഈക്വൽ ആയിരിക്കും? ഇല്ല. നമ്മളെല്ലാവരും സപ്പോസ് 5,000 രൂപ വെച്ചിട്ട് കൺസ്യൂം ചെയ്യും? ഇല്ല. ചില ആൾക്കാർ ചിലപ്പോൾ 8,000 രൂപ കൺസ്യൂം ചെയ്യും. കാരണം അയാൾക്ക് കൂടുതൽ വോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും പ്രിഫറൻസും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ എക്സാക്ട് റിലേഷൻ അല്ലാതെ നമ്മൾ അതിൻ്റെ ഇൻഎക്സാക്ട് റിലേഷൻ, അതല്ലെങ്കിൽ ഇൻകം ഒഴിച്ച് മറ്റെല്ലാ ഫാക്ടേഴ്സും, അതെന്ത് വേണമെങ്കിലും ആവാം. ടേസ്റ്റ് ആവാം, സൈസ് ഓഫ് ഫാമിലി ആവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് ആവാം, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എടുക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയുന്നതാണ് എറർ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ടൈം, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ, സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്നുള്ള എല്ലാ പേരുകളും നമുക്ക് തന്നെ ഉപയോഗിക്കാം. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ പഠിച്ചു. ആകെ നമുക്ക് മെത്തഡോളജിയിൽ 8 കാര്യങ്ങളാണ് മെത്തഡോളജിയിലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറി പറഞ്ഞു. രണ്ടാമത്തത് എന്താണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞു. അതായത് എക്കണോമിക് തിയറിയെ നമ്മൾ നേരെ മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ മോഡൽ. ഈ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി കൊണ്ടുവരുമ്പോൾ എന്താണ് ആ കാര്യം? റാൻഡം വേരിയബിൾ, സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ, എറർ ടൈം കൂടി നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് ആഡ് ചെയ്താൽ അതെന്തായി മാറി? എക്കണോമെട്രിക് മോഡലായി മാറി. ഇറ്റ്സ് വെരി സിമ്പിൾ. വെൻ യു ആഡ്
a random variable or disturbance variable or stochastic variable into the mathematical model, that mathematical model becomes econometric model. ഇനി എന്താണ് റാൻഡം വേരിയബിൾ? ദ റാൻഡം വേരിയബിൾ ഈസ് the all other independent factors, all other determining influencing factors that cannot be considered under the study is come under, they all come under the random stochastic variable. നമുക്ക് എല്ലാ ഫാക്ടേഴ്സും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ വിട്ടുപോയ, നമുക്ക് എടുക്കാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പേര് വിളിക്കുന്നതാണ് റാൻഡം സ്റ്റോക്കാസ്റ്റിക് എറർ ടൈം. നാലാമത്തെ സ്റ്റെപ്പ് നോക്കാം. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എക്കണോമെട്രിക് മോഡൽ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്കണോമെട്രിക് മോഡൽ സ്റ്റേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? വി ഹാവ് ടു കളക്ട് ഡാറ്റ. നമ്മുടെ ലക്ഷ്യം എന്താണ് എക്കണോമെട്രിക് മോഡലിന്റെ? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫൈൻഡ് β1 ആൻഡ് β2. പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് എക്സിന്റെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യാൻ. എക്സിന്റെയും വൈന്റെയും ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഒരു എക്കണോമെട്രിക് മോഡലിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇത് നോക്കുക, 1982 തുടങ്ങി 1996 വരെയുള്ള വർഷങ്ങളിലെ വൈ എന്ന് പറയുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. ഒരു അമേരിക്കൻ ഫാമിലീസിന്റെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ അതിനൊരു നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടാവും. ഇവിടെ 1982 തുടങ്ങി 1996 വരെയുള്ള സമയത്തുള്ള രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗ്രോസ് ആയിരിക്കും. ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഇത് അഗ്രഗേറ്റ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ല, ആ രാജ്യത്തെ തന്നെ ശരാശരിയാണ്. അപ്പൊ 1982 ആ രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് $4,620 ബില്യൺ ആണ്. 1992 വാല്യൂസ് വെച്ചിട്ടാണ്, പ്രൈസ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും. 1992 പ്രൈസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ റിയൽ വേരിയബിൾ ആണ്. അതായത് കറന്റ് ഇയറിലെ പ്രൈസ് വെച്ചിട്ടല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ബേസ് ഇയറിലെ പ്രൈസ് വെച്ചിട്ടാണ്. ബേസ് ഇയർ ഏതാണ്? 1992. അതിവിടെ ഈ വർഷമാണ് ബേസ് ഇയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബേസ് ഇയറിന്റെ പ്രൈസസ് വെച്ചിട്ടാണ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്താണ്? പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. പേഴ്സണൽ കൺസംഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ അല്ല, ഒരു നേഷന്റെ. ഇപ്പൊ അമേരിക്ക ആണെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതൊരു ആവറേജ് ഫിഗർ ആയിട്ടായിരിക്കും വരിക. ഇതെന്താണ്? അവരുടെ GDP ആണ്. അപ്പോൾ നമ്മൾ വൈയും എക്സും തമ്മിൽ ഒരു മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് വൈ ആണ്, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കൺട്രി, നോട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ. എക്സ് ഈസ് ദ GDP ഓഫ് ദ കൺട്രി. അപ്പൊ ഇത് തമ്മിൽ 1982 തുടങ്ങി 1996 വരെയുള്ള ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാമത്. ഇതിപ്പോൾ ഒരു സെക്കൻഡറി ലിറ്ററേച്ചറിൽ നിന്നാണ് ഇതിന്റെ സോഴ്സ് വന്നിരിക്കുന്നത്. സോഴ്സ് നോക്കാം, എക്കണോമിക് റിപ്പോർട്ട് ഓഫ് ദ പ്രസിഡന്റ് 1998. 98 പ്രസിഡന്റിന്റെ എക്കണോമിക് റിപ്പോർട്ടിന്റെ അകത്തുള്ള ഒരു ഡാറ്റയിൽ നിന്നാണ് ഇതിരിക്കുന്നത്. 1982 തുടങ്ങി 1996 വരെ. ഈ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഗ്രമാണ്. ഈ ഡയഗ്രത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമ്മൾ പെർ ക്യാപിറ്റ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമ്മൾ വൈ ആക്സിസിലും GDP എക്സ് ആക്സിസിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനിലേക്ക് വളരെയധികം ഫിറ്റ് ആയിട്ടാണ് ഈ ഡാറ്റാസ് ഇരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം എടുക്കാം. ഒബ്റ്റെയിനിങ് ദ ഡാറ്റ. ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ക്യാൻ ബി പ്രൈമറി ഡാറ്റ ഓർ ഇറ്റ് ക്യാൻ ബി സെക്കൻഡറി ഡാറ്റ. ഇവിടെ ഇതൊരു സെക്കൻഡറി ഡാറ്റയാണ്, കാരണം സോഴ്സ് നോക്കിയാൽ നമുക്കറിയാം ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എസ്റ്റിമേഷൻ ഓഫ് ദ എക്കണോമെട്രിക് മോഡൽ. നമുക്ക് പാരാമീറ്റേഴ്സിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് β1നെയും β2നെയും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതൊരു
നമുക്കിത് മാനുവലി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടമായ സോഫ്റ്റ്വെയർ ഉണ്ട്. സോ ഞാനൊരു സോഫ്റ്റ്വെയറിൽ ഇതിൻ്റെ ഡാറ്റ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഗ്രെറ്റൽ എന്നാണ്. ഇതാണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റുഡൻസ് സാർ കാണുന്നുണ്ട്. ഓക്കെ. ഈ ഗ്രെറ്റൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതൊരു എക്കണോമെട്രിക് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് പേജ്. ഗ്രെറ്റൽ. ഇതിൽ ഈ ഗുജറാത്തിയുടെ പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഞാൻ ആ പുസ്തകം ഇന്നലെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാനായിട്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വേറെയും 2-3 പുസ്തകങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് നോക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇത് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ആർക്കും ഏത് കമ്പ്യൂട്ടറിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു പൈസയും കൊടുക്കണ്ട. ഈ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ഡാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് സാമ്പിൾ ഫയൽ ഉണ്ട്. സാമ്പിൾ ഫയൽ കണ്ടോ നിങ്ങൾ? സാമ്പിൾ ഫയലിൽ ഓപ്പൺ ഡാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് സാമ്പിൾ ഫയൽ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടോ? ഇതിൽ ഗുജറാത്തിയുടെ പുസ്തകത്തിന്റെ എല്ലാ വർക്കൗട്ടുകളും കിടപ്പുണ്ട്. ഇതിൽ ആദ്യത്തെ തന്നെ ഈ ടേബിളാണ്. ടേബിൾ 1.1 എന്ന് പറയുന്നത് നമ്മുടെ ഈ ടേബിളാണ്. ടേബിൾ 1.1 ഇത് കണ്ടോ? ഈ ടേബിളാണ് ഇവിടെ കിടക്കുന്നത്. 1982 തുടങ്ങി 1996 വരെയുള്ള ഡാറ്റ. ഇതാണ് ഈ പേഴ്സണൽ കൺസംഷൻ ആൻഡ് GDP US ആനുവൽ. ഞാനത് സെലക്ട് ചെയ്യണം. ഞാനതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ആയി. ഇനി ഇവിടെ നോക്കുക, Y എന്ന് പറയുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അത് ബില്യൺ 1992 ഇതിലുണ്ട്. X എന്ന് പറയുന്നത് GDP ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് തന്നെയാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ രണ്ടും കൂടി സെലക്ട് ചെയ്തു. അതിനുശേഷം ഡാറ്റ എന്ന് പറയുന്ന കാര്യത്തിൽ പോയിട്ട് നമ്മൾ ഡിസ്പ്ലേ വാല്യൂസ്, ഈ വാല്യൂസ് സെയിം ആണോ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വാല്യൂസും ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ വാല്യൂസും സെയിം ആണോ എന്ന് അറിയാൻ ഡിസ്പ്ലേ വാല്യൂസ് നോക്കിയാൽ ഇവിടെ 1982 തുടങ്ങി 1996 വരെ ഉള്ളത് നോക്കാം. ഇവിടെ Y എന്ന് പറയുന്നത് 1982 3081.5 ആണ്. ദാറ്റ് ഈസ് സെയിം 3081.5. ഇവിടെ നോക്കിയാൽ അറിയാം. ദെൻ ഇവിടെ 1996 4714.1 ആണ്. അതേപോലെ X ആണെങ്കിൽ 6928 ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് സെയിം വാല്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സെയിം ആണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്കിത് ചെയ്യാനായിട്ട്, നമ്മൾ ഇതെങ്ങനെ കിട്ടി? അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, എസ്റ്റിമേഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽ. ഇത് നോക്കാം, ഞാനിത് അണ്ടർലൈൻ ചെയ്തിടാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ചെയ്തു എന്ന് കാണിച്ചിട്ടില്ല. ഞാനത് ഗ്രെറ്റലിലൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ വാല്യൂ എങ്ങനെ കിട്ടി, ഇനി അതിന്റെ അർത്ഥം എന്താണ്, ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഫസ്റ്റ് ആണ് നമ്മൾ ഗ്രെറ്റലിൽ നിങ്ങൾ ഇത് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഡോണ്ട് വറി, ഇത് വഴിയെ നമ്മൾ ഓരോരോ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം എന്നും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഈ മോഡൽ എന്ന് പറയുന്ന കാര്യം എടുക്കാം. അതിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എങ്ങനെയാണ് വാല്യൂ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി മോഡലിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു. ഇവിടെ ഒരു ബോക്സ് വന്നു. ആ ബോക്സിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ Y ആണ്. ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. റിഗ്രസർ എന്ന് പറയുന്നത് ഈ X നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു, റിഗ്രസറിലേക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വന്നു. ഇവിടെ CONST കോൺസ്റ്റന്റിന്റെ ഷോർട്ട് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ച β1 അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. സോ
Y എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് സോഫ്റ്റ്വെയറിൽ β1 കിടപ്പുണ്ട്. അതിനെയാണ് നമ്മൾ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, പക്ഷെ അത് ഈ മോഡലിൽ, നമ്മുടെ മോഡലിൽ അത് വേണം. കാരണം ഒരു മിനിമം എന്ന് പറയുന്നത് ഈ നമ്മുടെ എക്കണോമിക് റിലേഷനിൽ ഇൻഡിപെൻഡന്റ്, എന്തെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് 0 ആണെങ്കിലും നമുക്കൊരു മിനിമം കൺസംഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. അത് ഉള്ളത് നല്ലതാണ് ഈ മോഡലിൽ. അതുകൊണ്ട് നമ്മൾ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ അടിക്കുന്നു. ഈ ഓക്കെ അടിച്ചപ്പോൾ ഇവിടെ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ നമുക്ക് വന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ നമുക്ക് നോക്കാം, -184.08. ഈ കോൺസ്റ്റന്റിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക് ഇപ്പോഴേ. അതായത് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഈ എക്കണോമെട്രിക് സ്റ്റഡീസിലെല്ലാം കാര്യമായ പ്രസക്തി കൊടുക്കാറില്ല. ഇപ്പോൾ ഇവിടെ -184 എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റയെ കളക്ട് ചെയ്തുകൊണ്ട് β1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതായത് ഇൻകം 0 ആണെങ്കിലും മിനിമം കൺസംഷൻ നെഗറ്റീവ് ആണ്. അത് നോൺ സെൻസിക്കലാണ്, അതിനൊരു കോമൺ സെൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു β1ന്റെ വാല്യൂ അപ്രസക്തമാണ്. സാധാരണഗതിയിൽ എക്കണോമെട്രിക് സ്റ്റഡീസിൽ β1 എന്ന് പറയുന്ന അതിന്റെ വാല്യൂസ് കാര്യമായ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ -184 എന്ന് പറയുന്നത് മീനിങ് ഫുള്ളും അല്ല. പക്ഷേ സ്ലോപ്പ് കോഎഫിഷ്യന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ലോപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ β2 ആണ്. അത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് -184.08 ആണ്. ഇവിടെ നോക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.70 എന്നാണ്. ഇവിടെ നോക്കാം 0.7064. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് ഈ ഡാറ്റ. ഈ ഡാറ്റ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെയ്ത് നോക്കണം. ഈ ഡാറ്റയെ നമ്മളൊരു സോഫ്റ്റ്വെയറിലിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ നമുക്കിത് ഈ ഒരു റിലേഷനിൽ 2 പാരാമീറ്റർ നമുക്ക് കിട്ടി. ആദ്യത്തെ പാരാമീറ്റർ β1 കിട്ടി. β1ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രസക്തിയില്ല, കാരണം അത് ചിലപ്പോൾ സെൻസിക്കൽ ആവണമെന്നില്ല. പക്ഷെ β2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ β2ന്റെ വാല്യൂ നോക്കാം, 0.706, 0.71 എന്നെടുത്തോളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് എക്കണോമിക് തിയറി മീനിങ് ആവുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ എന്താണ്? ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു, പക്ഷെ ഇൻകത്തിന്റെ അത്രയും വർദ്ധിക്കുന്നില്ല. ഇത് പറയുമ്പോഴും അതിന്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആണ്. ആ പറഞ്ഞ കാര്യം അബ്സ്ട്രാക്റ്റ് ആണ്. നമുക്കിത് അറിയാവുന്ന, ഏത് പൊട്ടനും അറിയാവുന്ന ഒരു കാര്യമാണ് അത്. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടും, പക്ഷെ ഇൻകത്തിന്റെ അത്രയും വർദ്ധിക്കുന്നില്ല. അതിന്റെ എക്കണോമിക് തിയറിയാണ്. പക്ഷെ ഇവിടെ അതിനെ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മീനിങ് ഫുൾ ആയി. എന്താണ്? ഇൻകം കൂടുമ്പോൾ നമുക്കിവിടെ ഒരു യൂണിറ്റ് ഇൻകം കൂടിയാൽ, അല്ലെങ്കിൽ 1% ഇൻകം കൂടിയാൽ, അല്ലെങ്കിൽ $1 GDP വർദ്ധിച്ചാൽ, ഇപ്പൊ നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റും എത്രയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വർധന ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ ഒരു അമേരിക്കൻ ഡോളറിൽ പറയുകയാണെങ്കിൽ $1, നമ്മുടെ എക്സാമ്പിൾ ഡോളർ ടൈംസിലായതുകൊണ്ട് $1 GDP-യിൽ വർധനവുണ്ടായാൽ 70 സെന്റിന്റെ വർധനവ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവും. ഇത് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയി. നമ്മൾ എക്കണോമിക് തിയറിയെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തു. ഇതാണ് β2ന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കി, ഒബ്റ്റെയിനിങ് ഡാറ്റ ചെയ്തു. ഡാറ്റ ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പ് അതായിരുന്നു. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ചെയ്തതിന് ശേഷം എക്കണോമെട്രിക് മോഡലിനെ എസ്റ്റിമേറ്റ് ചെയ്തു. എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാനുവലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരു ചെറിയ ഡാറ്റയാണെങ്കിൽ പോലും കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഡാറ്റയൊക്കെ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിന്റെ അസിസ്റ്റൻസോട് കൂടി മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സോ നിങ്ങൾ മിക്കവാറും നമുക്ക് എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സൈഡ്, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്ന പോലെയുള്ള പ്രോബ്ലം സൈഡ് നമുക്ക് എക്കണോമെട്രിക്സിൽ പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് അതിന്റെ ലോജിക്കലായിട്ടുള്ള റീസണിങ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. റിയൽ വേൾഡിലെ ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കുറച്ച് വർഷങ്ങളെ എടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരു ഹെവി പ്രൊസീജിയറാണ്. 1982 തുടങ്ങി 1996 വരെയുള്ള ഡാറ്റയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ എക്കണോമെട്രിക് സ്റ്റഡീസ് എല്ലാം പൊതുവേ ചെയ്യുന്നത് മാനുവൽ ആയിട്ടല്ല, ഇറ്റ് ഈസ് ഡൺ ത്രൂ സോഫ്റ്റ്വെയർസ്. ഇഷ്ടംമാതിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഞാൻ കാണിച്ച ഗ്രെറ്റൽ എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
ഈ നമ്മൾ പഠിക്കുന്ന ഗുജറാത്തിയുടെ ബുക്കിന്റെ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഈ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് ഈ സെയിം റിസൾട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടിയിരിക്കുന്ന അതേ റിസൾട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനും പറ്റി. ഇനി ഈ β2ന്റെ മറ്റൊരു പേര് പറഞ്ഞു, സ്ലോപ്പ് കോഎഫിഷ്യന്റ്. നമ്മുടെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എക്കണോമിക് തിയറിയിൽ കെയ്ൻസ് അതിനെ വിളിച്ചത് എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എന്നിട്ട് കെയ്ൻസ് പറഞ്ഞു ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 1. നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സാമ്പിളിൽ അത് 0.70 ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0.70 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 1. ഇനി ഈ ഒരു ഡയഗ്രം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ 0.7 എന്ന് പറയുമ്പോൾ ഇൻകത്തിൽ ഉണ്ടാവുന്ന ഒരു വേരിയേഷൻ, ഒരു 1 യൂണിറ്റിന്റെ വേരിയേഷൻ 71% വേരിയേഷൻ, 70% അല്ലെങ്കിൽ 100% വേരിയേഷൻ, 70% ഇൻക്രീസ് ആണ് കൺസംഷൻ ഉണ്ടാക്കിയ. ബാക്കി 30% എവിടെ പോയി? ആ 30% എക്സ്പ്ലെയിൻഡ് ബൈ യു. ഇതാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട്ലി ഇത് 100% തന്നെ ആയിരുന്നുവെങ്കിൽ ഈ ഡോട്ടുകളെല്ലാം എക്സാക്ട്ലി ഈ സ്ട്രേറ്റ് ലൈനിന്റെ അകത്ത് തന്നെ ഉണ്ടായാനെ. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ചില ഡോട്ടുകൾ ഈ ലൈനിൽ നിന്ന് മാറി മാറി കിടക്കുകയാണ്. അതായത് അതിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ കൺസംഷനിലുണ്ടായ മാറ്റത്തെ ഇൻകം കൊണ്ട് പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 70% മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 30% അൺഎക്സ്പ്ലെയിൻഡ് ബൈ അതർ ഫാക്ടേഴ്സ്. ആ അതർ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എറർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൽ അത് നമ്മളിപ്പോൾ ചെയ്ത സോഫ്റ്റ്വെയറിൽ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രാഫ് ഇവിടെ ഫയൽ, എഡിറ്റ്, ടെക്സ്റ്റ്, സേവ്, ഗ്രാഫ്. അതിൽ ഫിറ്റഡ് ആൻഡ് ആക്ച്വൽ ലൈനിൽ ആക്ച്വൽ വേഴ്സസ് എഗെയിൻസ്റ്റ് എക്സ് രണ്ടാമത്തെ എടുക്കാം. എഗെയിൻസ്റ്റ് എക്സ് ഇത് നോക്കുക. ഇതേ ഡയഗ്രാം തന്നെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരിക്കുന്നത്. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ലൈനിന് ഇത് നമ്മൾ ഫിറ്റഡ് ലൈൻ എന്നാണ് പറയുന്നത്. ഫിറ്റഡ് ലൈൻ അതായത് ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനെ മാക്സിമം കൊള്ളിക്കാവുന്ന രീതിയിൽ വരച്ചിരിക്കുന്ന സ്ട്രേറ്റ് ലൈനെയാണ് നമ്മൾ ഫിറ്റ് ലൈൻ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എന്നെല്ലാം വിളിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സെയിം ഡയഗ്രാം തന്നെയാണ് നമുക്ക് സോഫ്റ്റ്വെയറിലൂടെയും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോരോ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നത്, എങ്ങനെയാണ് ലൈൻസ് കിട്ടുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ MA പ്രൊജക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്കണോമെട്രിക് ടൂൾസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ എക്കണോമെട്രിക്സ് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ എക്കണോമിക് മെഷർമെന്റിലേക്ക് എത്താനായിട്ട് പറ്റുമെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അടുത്തത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന പാരാമീറ്റർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലൂടെ ഇത് വാലിഡ് ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളിത് കണ്ടെത്തിയതിന് ശേഷം ഇത് കണ്ടെത്തിയത് കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല. ഈ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പാരാമീറ്റർ കണ്ടെത്തി, സ്ലോപ്പ് പാരാമീറ്റർ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അത് ഫൈൻഡ് ചെയ്തു. പക്ഷെ ഇത് എത്രത്തോളം വാലിഡ് ആണ്, ഇത് എത്രത്തോളം നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൂടെ വിധേയമാക്കണം. ഇത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലൂടെ അത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൊന്നും വിധേയമാക്കണം. നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം സ്റ്റെപ്പുകൾ പഠിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മെത്തഡോളജി പറയുന്ന നേരത്ത് അടുത്ത സ്റ്റെപ്പായിട്ട് 6ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ 4ാമത്തെ ഒബ്റ്റെയിനിങ് ഡാറ്റ, 5ാമത്തത് ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വേരിയബിൾസ് കോഎഫിഷ്യൻസ് എത്രത്തോളം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കണം. സോ വി വിൽ സ്റ്റഡി ദാറ്റ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സപ്പോസ് നമ്മൾ അത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കി അത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല, അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ then we go for forecasting and prediction. 7ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കും, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രിഡിക്ഷൻ.
ആ മോഡൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ then we can use that model for prediction and forecasting. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സോഫ്റ്റ്വെയർസിലൂടെ നോക്കാം. അതിനും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. സോ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രിഡിക്ഷൻ ആണ്. ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ഡാറ്റ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 1996 വരെയുള്ള ഡാറ്റയുള്ളൂ. 1982 തുടങ്ങി 1996 വരെയുള്ള ഡാറ്റയാണ്. 1997 എന്തായിരിക്കും ഇതറിയണമെന്നുണ്ടെങ്കിൽ 1997 GDP നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കിട്ടണം. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിപെൻഡന്റ് വേരിയബിൾ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഗസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സപ്പോസ് ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ 1997 ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വാല്യൂ നോക്കിയാൽ ഇവിടെ 6928 ആണ് GDP. 1996 GDP എന്ന് പറയുന്നത് 6928 ആണ്. ഇവിടെ 1997 7269 ആണെങ്കിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ XI എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്താണോ നമുക്കറിയാവുന്ന വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് അറിയാമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1997 പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് എന്തുണ്ട്, β1 ഉണ്ട്, β2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ β1 β2 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ഷനും ഫോർകാസ്റ്റിങ്ങിനും സാധ്യമാണ്. അപ്പോൾ നമുക്കതും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതേപോലെ നോക്കുക, ഇവിടെ ഈ β2 എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, MPC ആണ്. MPC ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് പറ്റും? മൾട്ടിപ്ലെയർ കണ്ടെത്താനായിട്ട് പറ്റും. ഇൻകം മൾട്ടിപ്ലെയർ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലെയർ എല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടുത്തെ മൾട്ടിപ്ലെയർ എഫക്ട് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.70. ഇപ്പോൾ 0.70 ആണ് MPC. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.70, 1 ഡിവൈഡഡ് ബൈ 0.3, ദാറ്റ് വിൽ ബി 3.33. ഇവിടുത്തെ മൾട്ടിപ്ലെയർ എഫക്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ എക്കണോമെട്രിക്സിൽ നമ്മൾ എന്തെല്ലാം എക്കണോമെട്രിക് സ്റ്റഡി, നിങ്ങൾ ഓൾറെഡി എക്കണോമെട്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എക്കണോമെട്രിക്സ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല അതിനെ. ഇപ്പം നമ്മൾ ഇലാസ്റ്റിസിറ്റി ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം എക്കണോമിക് തിയറിയെ നിങ്ങൾ മെഷർ ചെയ്യാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ നേരത്തെ MPC ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലെയർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലെയർ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ എക്കണോമെട്രിക് ടൂൾ. അതായത് നമ്മൾ എപ്പോൾ എക്കണോമിക് തിയറിയെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാനും അതിനെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടി വിധേയമാക്കിയിട്ടുണ്ടോ, then you are actually doing an econometric analysis, because econometrics is defined as economic measurement of, it is the measurement of economic theory. So economic theory നിങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമെട്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെല്ലാം എക്കണോമിക് തിയറിനെ മെഷർ ചെയ്യാനായിട്ട് MPC ഫൈൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, then you are actually doing econometrics. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്കണോമെട്രിക്സിലൂടെ നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇട്ടിരിക്കുന്ന ഈ ഒരു ഫൈൻഡിങ്, ഇത് നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന് പോളിസി മേക്കിങ്ങിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗവൺമെന്റിന് അറിയാം ഇൻകം 1% കൂടിയാൽ 0.7% വർധനവാണ് കൺസംഷൻ ഉണ്ടാവുന്നതെന്ന് അറിയാം. അപ്പൊ അതനുസരിച്ച് വേണമെങ്കിൽ ഗവൺമെന്റിന് പല പോളിസി മെഷേഴ്സ് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വഴിയെ. അപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ട് നോക്കിയേക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 8 സ്റ്റെപ്പുകൾ, എക്കണോമെട്രിക്സിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജി 8 സ്റ്റെപ്പുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് എക്കണോമിക് തിയറി, രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ മോഡൽ, മൂന്നാമത്തത് എക്കണോമെട്രിക് മോഡൽ, നാലാമത്തത് ഒബ്റ്റെയിനിങ് ഡാറ്റ, അഞ്ചാമത്തത് എസ്റ്റിമേഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, നമുക്ക് അത് ഒരു ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. ഫോർകാസ്റ്റിംഗ്, ദെൻ നമ്മൾ ഈ ഫോർകാസ്റ്റിങ്ങിന് ശേഷം അതോടൊപ്പം തന്നെ ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞിട്ടല്ല, ഫോർകാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം, അതായത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന എക്കണോമെട്രിക് മോഡൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റിന് പോളിസി മേക്കിങ്ങിന്, സെൻട്രൽ ബാങ്കിന് പോളിസി മേക്കിങ്ങിനെല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്.
ടൈം ഈസ് 9:30. അടുത്ത ക്ലാസ് മിക്കവാറും ജസ്റ്റിൻ സാറിൻ്റെ ആയിരിക്കാം. എനി ഡൗട്ട് സോ ഫാർ? ഇപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റിയോ? ആ സർ, സർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. സർ പിന്നില്ലേ, ഈ ടെക്സ്റ്റ് ഓൺലൈനായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന സാർ എങ്ങനെയാ ചെയ്യുന്നത്? അത് ഒരു തെറ്റായ മാർഗമാണ്. അത് ഞാൻ ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്ക്രീനിലൂടെ തന്നെ കാണിച്ചു തരാം. സർ അപ്പൊ ഇല്ലേ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഏത് സബ്ജക്റ്റ് വേണേലും ചെയ്യാം, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള പഠിപ്പിച്ചു തരാം. എല്ലാ സബ്ജക്റ്റിന്റെയും നമുക്ക് ഇപ്പൊ ഒന്നും ഇല്ല, മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇല്ലീഗലാണ്. ലീഗലി നമുക്ക് ചെയ്യാൻ പാടില്ല, കാരണം ഇതെല്ലാം പൈറേറ്റഡ് ആണ്. അതായത് നമ്മൾ ഇത് പൈസ കൊടുത്ത് വാങ്ങി, ഇതിന്റെ ഇന്നലെ എനിക്ക് അയച്ചു തന്നില്ല, അതിന്റെ പൈസ കണ്ടില്ലായിരുന്നോ ഈ ബുക്കിന്റെ ഒക്കെ? 2000 രൂപയാണ് ആ ബുക്കിന്. ഞാനത് നമ്മളത് നെറ്റിൽ നിന്ന് ഇല്ലീഗലായിട്ട് നമ്മളത് പൈറേറ്റഡ് കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പുറത്തധികം പറഞ്ഞു കൊടുക്കണ്ട, കാരണം അതൊരു വയലേഷൻ ഓഫ് ലോ ആണ്. പക്ഷെ നമ്മളത് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇന്നല്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പോ എന്തായാലും ഗുജറാത്തിയുടെ ബുക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട്. അത് ഗ്രെറ്റൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി രസകരമായിട്ട് എക്കണോമെട്രിക്സ് പഠിച്ചു പോകാം. മറ്റേത് നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ അറിയാം, ഇതെങ്ങനെ വന്നു എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയത് പഠിക്കാം, എങ്ങനെയത് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു ഡാറ്റനെ ബേസ് ചെയ്ത് നമുക്ക് ഇപ്പോഴും എങ്ങനെയാണ് ഈ സംഭവം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് വഴിയെ പഠിക്കാം എങ്ങനെയാണ് അത് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നതെന്ന്. പക്ഷെ എനിഹൗ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഔട്ട്പുട്ടുകളിലേക്ക് എത്തുന്നതും ഇന്റർപ്രിട്ടേഷനിലേക്കൊക്കെ എത്തുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്കത് ഉപയോഗിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 8 സ്റ്റെപ്പുകൾ ഒന്ന് ആ ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാലോ ഇന്നത്തെ. ഞാൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വിസ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇടാം കേട്ടോ, ഒന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.